നമ്മളിതുവരെ റീമാൻ ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്തു. പല രീതിയിലുള്ള കണ്ടീഷൻസ്, അതായത് കോഷി ക്രൈറ്റീരിയൻ ഫോർ റീമാൻ ഇൻ്റഗ്രബിലിറ്റി അത് ഡിസ്കസ് ചെയ്തു. അതേപോലെ സ്ക്യൂസ് തിയറം, അതുപോലെ റീമാൻ ഇൻ്റഗ്രബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. പല ഫങ്ഷൻസും റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. അതായത് സ്റ്റെപ്പ് ഫങ്ഷൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, കണ്ടിന്യൂസ് ഫങ്ഷൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, മൊണോട്ടോൺ ഫങ്ഷൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഡിസ്കഷൻ പോകും. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇൻ്റഗ്രേഷൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ +2 ലെവലിൽ പ്രത്യേകിച്ച് പല ഫങ്ഷൻസിൻ്റെയും ഇൻ്റഗ്രബിലിറ്റി അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം മെയിനായിട്ട് പറയുന്നത് ഇതാണ്: ഒരു ഫങ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രലാണല്ലോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്നുള്ളതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയാം. പക്ഷെ അപ്പോൾ ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം ഏത്? സ്മോൾ എഫ്. അപ്പോൾ ഇതായിരുന്നു ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശരിക്ക് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഡയറക്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രേഷനിലോട്ട് പോവുകയാണ്. തീർച്ചയായും നമ്മളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 2 ഫോമായിട്ടാണ്, ഫസ്റ്റ് ഫോം ഓഫ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ് ആൻഡ് സെക്കൻഡ് ഫോം. അപ്പോൾ ഈ വീഡിയോയിൽ ഈ 2 ഫോമുകളും ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറം. അപ്പോൾ 3 തിയറംസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് ഫോം ഓഫ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. സപ്പോസ് there is a finite set in closed interval AB and 2 functions, small f ഉണ്ട്, capital F ഉണ്ട്, defined on closed interval AB. Conditions നോക്കൂ, capital F is continuous and capital F ൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ്. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് ആൻഡ് സ്മോൾ എഫ് ഈസ് ഇൻ്റഗ്രബിൾ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ സ്മോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ആൻഡ് ക്യാപിറ്റൽ എഫ് ഈസ് എ ഫംഗ്ഷൻ ഹൂസ് ഡെറിവേറ്റീവ് ഇസ് സ്മോൾ എഫ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. തീർച്ചയായും നമ്മൾ ആ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. അപ്പോൾ അത് പിന്നീട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പ്രൂഫിലോട്ട് പോയാൽ നമ്മൾ ഓരോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. ആൻഡ് ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, ഇ ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എക്സെപ്റ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്, ഇയിലെ പോയിൻറ്റ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു കാര്യം ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നു. ഇ ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇ എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് n പോയിൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇനി അല്ലാത്ത കേസ് അപ്പോൾ ഇവിടെ n പോയിൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ ഇപ്പോൾ നമ്മളതിൻ്റെ ജനറൽ കേസ് ഇ ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ കേസിൽ ഇയിലെ പോയിൻറ്റ്സ് ഇങ്ങനെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിനെ കുറേ ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ യൂണിയനായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ n പോയിൻറ്റ്സ് ഇയിൽ വരുന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രശ്നം ഈ n പോയിൻറ്റ്സിൽ ഡിഫറൻഷ്യബിൾ അല്ലാത്ത കേസ് എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു കേസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ പ്രൂഫിൽ വലിയ ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ട. ഫസ്റ്റ് ഈ കണ്ടീഷൻ എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ എന്നുള്ളത് അപ്ലൈ ചെയ്താൽ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that if P is any tagged partition of closed interval AB
with norm p less than delta, corresponding Riemann sum minus integral a to b f is less than epsilon എന്ന് വരും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ടാഗ്ഡ് പാർട്ടീഷൻ കണ്ടെത്തും. ആ ടാഗ്ഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെന്ന് ആവുന്ന രീതിയിൽ ഈ കണ്ടീഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. ഓക്കെ, ലെറ്റ് എക്സ് നോട്ട്, x1, x2, etc. xn be a partition of closed interval AB with norm less than delta. അപ്പോൾ ഞാനൊരു പാർട്ടീഷൻ ഇവിടെ എടുക്കുകയാണ്. അതിൽ ഈ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എ, നമ്മൾ പാർട്ടീഷൻ്റെ കണ്ടീഷനൊക്കെ പ്രകാരം എക്സ് നോട്ട് എ ആണ് ആൻഡ് എക്സ് എൻ എസ് ബി. അങ്ങനെ ഞാനൊരു പാർട്ടീഷൻ എടുക്കുന്നു. ദെൻ ഇൻ ഈച്ച് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ, അതായത് ഓരോ ഇൻ്റർവെലും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ we have f is continuous, f is differentiable, so by mean value theorem, മീൻ വാല്യൂ തിയറത്തിന് വേണ്ടിയുള്ള കണ്ടീഷനാണ്. നമ്മൾ ഓരോ ഇൻ്റർവെലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഏത് ഇൻ്റർവെൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. സോ ബൈ മീൻ വാല്യൂ തിയറം ദർ എക്സിസ്റ്റ്, ഞാൻ അതിനെ യു ഐ എന്ന് വിളിക്കുകയാണ്. യു ഐ ബിലോങ്സ് ടു എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ഓപ്പൺ ഇൻ്റർവെൽ ഇൻ ബിറ്റ്വീൻ എക്സ് ഐ മൈനസ് വൺ ആൻഡ് എക്സ് ഐ. I is equal to 1, 2, 3, etc. n such that എന്തായിരുന്നു കണ്ടീഷൻ? ഒരു മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻ ബിറ്റ്വീൻ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ഒരു പോയിന്റ് ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് യു ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ. ഇങ്ങനെയല്ല, നമ്മൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻ ഇതാണ്. ദർ ഇസ് എ പോയിന്റ് സി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ഇവിടെ സി എന്നുള്ളതിന് പകരം യു ഐ ആണ്, സ്മോൾ എഫ് അല്ല, അതിന് പകരം ക്യാപിറ്റൽ എഫ് ആണ്. ആൻഡ് എൻ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏത് ഇൻ്റർവെല്ലാണ് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ആണ്. സോ capital F of xi minus capital F of xi minus 1 divided by xi minus xi minus 1 is equal to capital F dash of ui. ഇതാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ആ ഡിനോമിനേറ്ററിലുള്ള xi മൈനസ് xi മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. There is a point where f dash of c is equal to f of b minus f of a divided by b minus a. അത് ഈ എൻ പോയിൻറ്റ്സ് ആണ്. ഈ എൻ പോയിൻറ്റ്സ് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻ്റർവെലും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എൻ പോയിൻറ്റ്സ് എക്സ് ഐയും എക്സ് ഐ മൈനസ് വണ്ണും ആണ്. ആൻഡ് ആ പോയിൻറ്റ് സിക്ക് പകരം ഇവിടെ ഉള്ളത് യു ഐ ആണ്. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഐ ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എൻ. ഇത് ഓരോന്നായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ ആദ്യത്തെ ഐ 1 ആവുന്ന കേസ് എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് is equal to f dash of u1 into x1 minus x0. And അടുത്തത് f of x2 minus f of x1 is equal to f dash of u2 into x2 minus x1. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റത്തെ വരും ഐ എൻ ആവുന്ന കേസ്, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 is equal to f dash of un into എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1. ഇതെല്ലാം കൂടി ഞാൻ അങ്ങ് ആഡ് ചെയ്താൽ
ഇതൊക്കെ കട്ട് ചെയ്ത് പോകുന്ന എഫ് ഓഫ് എക്സ് വൺ കട്ട് ചെയ്യും, എഫ് ഓഫ് എക്സ് ടു കട്ട് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്ത് പോകും, ലാസ്റ്റ് ഇതും കട്ട് ചെയ്യും. സോ ബാക്കി വരാവുന്ന എഫ് ഓഫ് എക്സ് എൻ ആണ്. ആൻഡ് എക്സ് എൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് തന്നെയാണ്, ബി ആണ്. സോ ദിസ് ഇസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഡാഷ് ഓഫ് യു ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ, -1 വരും, ഐ വേരീസ് ഫ്രം 1 to n. ഇതാണ് നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടും. ഞാൻ ഉദ്ദേശിച്ച കാര്യം എത്രയേ ഉള്ളൂ. എനിക്ക് വേണ്ടത് ഈ ഏതോ ഒരു പർട്ടിക്കുലർ പാർട്ടീഷൻ കിട്ടണം, ഒരു ടാഗ്ഡ് പാർട്ടീഷൻ കൺസിഡർ ചെയ്യണം, അതിൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം, പക്ഷേ കറസ്പോണ്ടിങ് റീമാൻ സം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കണം. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു റീമാൻ സമ്മിന് ഈക്വലായിട്ട് വരുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വാട്ട് ഇസ് എഫ് ഡാഷ് ഓഫ് യു ഐ, നമ്മളെ കണ്ടീഷനിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. സോ ദിസ് ഇസ് സിഗ്മ എഫ് ഓഫ് യു ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ, -1 വന്നു, ഐ വേരീസ് ഫ്രം 1 to n. അപ്പോൾ ഇതൊരു റീമാൻ സം ആണ്. ഏത് ടാഗ്ഡ് പാർട്ടീഷനാണ്? Now consider the tagged partition Q is equal to നമ്മുടെ എക്സ് ഐ -1 എക്സ് ഐ ആൻഡ് ടാഗിങ് ഞാനിവിടെ യു ഐ എന്നെടുക്കുന്നു. യു ഐ എന്നെടുത്താൽ അപ്പോൾ ശരിക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തു എ ബിനെ ഡിവൈഡ് ചെയ്തു, പാർട്ടീഷൻ കൺസിഡർ ചെയ്തു, എന്നിട്ട് ഈ മീൻ വാല്യൂ തിയറി അപ്ലൈ ചെയ്തപ്പോൾ ഓരോ ഇൻ്റർവെല്ലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യു ഐകൾ കിട്ടി. ആദ്യത്തിൽ ഒരു U1 കിട്ടി, അടുത്തൊരു U2 കിട്ടി, അടുത്തൊരു U3 കിട്ടി. സോ അതാണ് നമ്മൾ ടാഗിങ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഞാൻ ഇതിനെ ഒരു 1 എന്ന് വിളിക്കുകയാണ്, ഇതിനെ ഒരു 2 എന്ന് വിളിക്കുകയാണ്. 2 become എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു, ഇത് നമ്മുടെ റീമാൻ സം കറസ്പോണ്ടിങ് ടു എഫ് ആവും. സോ ദിസ് ഇസ് റീമാൻ സം കറസ്പോണ്ടിങ് ടു എഫ് ഓവർ ദ ടാഗ്ഡ് പാർട്ടീഷൻ ക്യൂ. ഓൾസോ നോം ഓഫ് ക്യൂ ഇസ് ലെസ് ദാൻ ഡെൽറ്റ, കാരണം ആ രീതിയിലാണല്ലോ നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നോം ഇസ് ലെസ് ദാൻ ഡെൽറ്റ, സോ ബൈ 1 നോം ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള ടാഗ്ഡ് പാർട്ടീഷൻ്റെ കേസിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ മോഡുലസ് ഓഫ് റിമാൻ സം ഓഫ് എഫ് ഓവർ ക്യൂ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ആൻഡ് ഈ റിമാൻ സം നമ്മളിവിടെ വാലുവേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. സിൻസ് എപ്സിലോൺ ഇസ് ആർബിട്രറി, we get E integral, that is integral A to B f is equal to f of b minus f of a. ഒന്നുകൂടെ തീർത്തിലോട്ട് വന്നാൽ capital F is a function whose derivative is small f. If small f is integrable, then the integral value is capital F of b minus capital F of a, and that function capital F of x is called the antiderivative or primitive of small f. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് ഡെഫിനിഷൻ നോക്കുക. എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. ദെൻ ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് കോൾഡ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് whose derivative is small f is called the primitive or the antiderivative of small f. അപ്പോൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. കാരണം എക്സ് സ്ക്വയർ ബൈ 2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. എക്സ് സ്ക്വയർ ബൈ 2 ആവണമെന്ന് നിർബന്ധമില്ല. പ്ലസ് ഏത് കോൺസ്റ്റൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി എക്സ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എക്സ് എന്ന് വിളിക്കും. ഇതുപോലെ ഓരോ ഫംഗ്ഷൻസിനെയും നമുക്കറിയാം, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അതേപോലെ വേറൊരു കാര്യം ഡിഫൈൻ ചെയ്യുന്നു. ഇഫ് എഫ് ഇസ് റിമാൻ ഇൻറ്റഗ്രബിൾ ദെൻ ദ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഡിഫൈൻഡ് ബൈ, ഇപ്പോൾ ഞാൻ വേറൊന്നാണ് ഡിഫൈൻ ചെയ്തത്. സോ ആൻറ്റി ഡെറിവേറ്റീവ് പ്രിമിറ്റീവ് കഴിഞ്ഞു. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ടു എക്സ് സ്മോൾ എഫ്.
സോ എ ടു ബി സ്മോൾ എഫ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എ ടു എക്സ് സ്മോൾ എഫ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഡെഫിനറ്റ്ലി ഇവിടെ ഇൻ്റഗ്രലിൽ അപ്പർ ലിമിറ്റ് എക്സ് ആയതുകൊണ്ട് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് വിത്ത് ബേസ് എ. ഇനി പറയാൻ പോകുന്ന കാര്യം, ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈസ് ഓൾസോ ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. പക്ഷെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചിട്ട് ഈ പറഞ്ഞ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഒന്ന് കണ്ടിന്യൂസ് ആവണം, രണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ആയിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി അടുത്ത രണ്ട് തിയറംസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് കണ്ടിന്യൂസ് എന്നുള്ളതാണ്. കണ്ടിന്യൂസ് എന്ന് മാത്രമല്ല യൂണിഫോംലി കണ്ടിന്യൂസ് എന്നാണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് ഡിഫറൻഷ്യബിൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടിന്യൂസ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി വ്യക്തമായിട്ട് കണ്ടിന്യൂസ് മാത്രമല്ല, അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് വിച്ച് ഇസ് റിമാൻ ഇൻ്റഗ്രബിൾ ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇൻ ഫാക്ട് ഇഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എന്തായാലും അത് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് എം ആയിരിക്കും. ഓക്കെ, ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്നാണ് പറയുക. അപ്പോൾ ക്യാപിറ്റൽ എഫ് സാറ്റിസ്ഫൈസ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്നാണ് നമ്മൾ ശരിക്കും പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ക്ലിയർലി ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ കണ്ടീഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ക്യാപിറ്റൽ എഫ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സാറ്റിസ്ഫൈസ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ, അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എക്സ് വൈ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി for all x comma y in closed interval AB. So for x comma y in closed interval AB, if x is less than y, capital F of y is equal to capital F of y എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ a to y small f ആ വരിക. And that is equal to integral a to x plus integral x to y f വരും. Now that is integral a to x f എന്ന് പറഞ്ഞാൽ f of x ആയി. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇൻ്റഗ്രൽ a to x സ്മോൾ എഫിനെയാണ്. പ്ലസ് ഇൻ്റഗ്രൽ എ ടു എക്സ് ടു വൈ എഫ് എന്ന് വന്നു. സോ എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ്. അപ്പോൾ ഇനി നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് ഈ എക്സ് ടു വൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലോട്ട് പോവുകയാണ്. സിൻസ് എഫ് ഇസ് റിമാൻ ഇൻ്റഗ്രബിൾ, f is bounded, so modulus of f of x is less than or equal to m for all x belongs to closed interval AB. For some m belongs to R. So നമുക്ക് വേണ്ട modulus of f of x minus f of y is less than or equal to m into mod of x minus y എന്നുള്ളതാണ്. Since f is Riemann integrable in closed interval AB, f is also Riemann integrable x y. കാരണം ഈ ക്ലോസ്ഡ് ഇന്റർവൽ എക്സ് വൈ എന്ന് പറയുന്ന എക്സും വൈയും എ ബിന് ഉള്ളിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ എ ബിയിൽ റിമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ തീർച്ചയായും എക്സ് വൈയിലും, കാരണം അതിൻ്റെ റെസ്ട്രിക്ഷൻ ആയിരിക്കും, റിമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. നേരത്തെ നമ്മളിത് വേറൊരു തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ഫോർ epsilon greater than 0, there exists delta greater than 0 such that if P is any tagged partition
with norm p less than delta, then Riemann sum of f over p minus integral x to yf is less than epsilon. അപ്പോൾ ഇവിടെ നമ്മളെ ഫോക്കസ് എന്തിനാണ് ഈ റിമാൻ ഇൻ്റഗ്രൽ ഓൺ എ ബി എന്ന് മാറിയിട്ട് നമ്മൾ ഏതിലോട്ട് പോയി എക്സ് വൈയിലോട്ട് പോയി. അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ വരുന്ന ഈ ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ് ആണ്. ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ് ൻ്റെ മോഡുലസ് മൈനസ് മോഡുലസ് ഓഫ് Riemann sum of f over p is less than or equal to modulus of Riemann sum of f over p minus integral x to y f, that is less than epsilon. ഇത് മോഡുലസിൻ്റെ പ്രോപ്പർട്ടിയാണ്. മോഡ് എ മൈനസ് മോഡ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി. അത് നമ്മൾ ഇതിന് മുമ്പേയും കുറേ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ദെർഫോർ ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ് ൻ്റെ മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് Riemann sum of f over p പ്ലസ് എപ്സിലോൺ വരും. ഇനി നമ്മൾ നോക്കുന്ന ഈ Riemann സമ്മിൻ്റെ കാര്യം. ഓൾസോ Riemann sum of f over p is equal to നമ്മുടെ ഫോർമുല പ്രകാരം ദാറ്റ് ഇസ് സിഗ്മ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 ആണ്. ഐ ഈസ് ഈക്വൽ ടു 1 to n ആൻഡ് ടി ഐ ഇസ് ആർ ദ ടാഗിങ്സ്. അപ്പോൾ പി ഈസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ. ആൻഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇഫ് പി ഈസ് ഈക്വൽ ടു ആ ടാഗ്ഡ് പാർട്ടീഷനെ നമ്മൾ സാധാരണ എഴുതാറ് ഓർഡേഡ് പെയർ ക്ലോസ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ആൻഡ് ടി ഐ ആണ് ഇത് ടാഗിങ്. ഐ വേരീസ് ഫ്രം 1 to n. സോ അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ടാഗിങ് കൂടെ വന്നു. അതിൻ്റെ മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 പോസിറ്റീവ്. അപ്പോൾ അതിനവിടെ മോഡുലസ് എടുക്കുന്നില്ല, എക്സ് ഐ മൈനസ് 1 വരും. ഐ ഈസ് ഈക്വൽ ടു 1 to n. That is less than or equal to ഈ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഐ, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം അല്ലേ. സോ ആ എം എഴുതുന്നു, എം പുറത്തെടുക്കുന്നു. എം ഇൻറ്റു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് 1 വന്നു. Now ഈ ടാഗിങ്, ഈ പാർട്ടീഷൻ നമ്മളിവിടെ ഒക്കെ ഡിസ്കസ് ചെയ്തത് എവിടെയാണ്? എഫ് റിമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എക്സ് വൈ എടുത്തു. So there exists delta such that p is any tagged partition with norm p less than delta of closed interval xy. അപ്പോൾ അവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഐ മൈനസ് 1 അതിനെ ഈ ക്ലോസ് ഇൻ്റർവെൽ എക്സ് ഐനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ക്ലോസ് ഇൻ്റർവെൽ എക്സ് ഐനെ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തു. അതിൻ്റെ സബ് ഇൻ്റർവെൽസിൻ്റെ ഒക്കെ ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y മൈനസ് എക്സ് എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഇൻറ്റു y മൈനസ് എക്സ്. സോ ഇതിൻ്റെ അകത്തുനിന്ന് ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണ്. Therefore, integral x to y f in the modulus is less than or equal to m into y minus x plus epsilon. Since epsilon is arbitrary, നമുക്ക് ഇങ്ങനെ കിട്ടും. Integral x to y f is less than or equal to m into y minus x. സോ ഇതിൻ്റെ വാല്യൂ എം ഇൻറ്റു വൈ മൈനസ് എക്സും പ്ലസ് എത്ര തന്നെ ചെറിയ വാല്യൂവിനേക്കാളും ചെറുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടും ഈ എം ഇൻറ്റു വൈ മൈനസ് എക്സിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. ഷുവർ. വാട്ട് ഈസ് ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ്? അത് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ദെർഫോർ വി ഗെറ്റ് മോഡുലസ് ഓഫ് ഈ എഫ് ഓഫ് y മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈയുടെ മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു വൈ മൈനസ് എക്സ്. ഇവിടെ y മൈനസ് എക്സ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് y മൈനസ് എക്സ് എന്നുള്ളതിന് മോഡുലസ് ഓഫ് y മൈനസ് എക്സ് എന്നോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് വേണ്ട മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന. Therefore, f satisfies Lipschitz condition
hence uniformly continuous, therefore f is continuous. ആ രീതിയിൽ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ ക്യാപിറ്റൽ എം എടുക്കുക. സോ whenever modulus of y minus x is less than delta, modulus of f of x minus f of y is less than m into എപ്സിലോൺ ബൈ ഡെൽറ്റ, എപ്സിലോൺ ബൈ ക്യാപിറ്റൽ എം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ആൻ എപ്സിലോൺ എന്ന് വരും. സോ കണ്ടിന്യൂസ് എന്ന് പറയാം. അല്ലെങ്കിൽ ദിസ് ഇസ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ. ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ്. അപ്പോൾ ഒന്നുകൂടെ നോക്കുന്നു. നമുക്ക് ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ളത് ബൗണ്ടഡ് ആണ്. കാരണം റിമാൻ ഇൻ്റർവൽ ഫംഗ്ഷൻസ് ഒക്കെ ബൗണ്ടഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ അഡിറ്റിവിറ്റി തിയറം വെച്ചിട്ട് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ എന്നുള്ളതിനെ എ ടു വൈ എഫ് ആണ് നമ്മളെ ഡെഫിനിഷൻ പ്രകാരം. ഏതിൻ്റെ ഡെഫിനിഷൻ? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. പക്ഷേ എ ഇവിടെ ഉണ്ട്. എ ടു വൈ എന്നുള്ളതിനെ എ ടു എക്സ് പ്ലസ് എക്സ് ടു വൈ എന്നാക്കാം. ഇവിടെ നമ്മൾ അഡിറ്റിവിറ്റി തിയറം ഉപയോഗിച്ചിട്ടുണ്ട്. So this is f of x. So f of y minus f of x equal to x to y f. അപ്പോൾ ഇതിലോട്ട് ഫോക്കസ് വന്നു x to y. ഇനി എഫ് റിമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ലെവൽ എ ബി ആണെങ്കിൽ എഫ് റിമാൻ ഇൻ്റഗ്രബിൾ ഓൺ എക്സ് വൈ ആണ്. എക്സ് വൈയുടെ ടാഗ്ഡ് പാർട്ടീഷൻ കറസ്പോണ്ടിങ് കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വന്നു. സോ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ എക്സ് ടു വൈയിലോട്ട് പോയി. സോ അഗെയിൻ മോഡുലസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. പക്ഷേ ഇവിടെ ഈ റിമാൻ സം വരുന്നുണ്ട്. റിമാൻ സം എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് തീർച്ചയായും എം ഇൻറ്റു ബി മൈനസ് എ നമ്മൾ കുറേ കേസിൽ അത് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ എം ഇൻറ്റു വൈ മൈനസ് എക്സിലോട്ട് വരും. സോ ഇങ്ങനെ കണ്ടീഷൻ വന്നു. ഇതായി നൗ ഇൻ്റഗ്രൽ എക്സ് ടു വൈ എഫ് എസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ. അപ്പോൾ ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയോ അത് കണ്ടിന്യൂസ് എന്ന് കിട്ടി. അപ്പോൾ ഇനി അടുത്ത പറയാൻ പോകുന്നത് ദാറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. ഇതാണ് സെക്കൻഡ് ഫോം ഓഫ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ബൈ എ ടു എക്സ് എഫ് എസ് ഡിഫറൻഷ്യബിൾ. നേരത്തെ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ ഡിഫറൻഷ്യബിൾ എന്നുകൂടെ പ്രൂവ് ചെയ്യാണ്. ലെറ്റ് എഫ് ഇസ് റിമാൻ ഇൻ്റഗ്രബിൾ ആൻഡ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി. അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. എല്ലാ കേസിലും അല്ലെങ്കിൽ സ്മോൾ എഫ് കണ്ടിന്യൂസും കൂടിയാണ്. മോറോവർ എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മീൻസ് അറ്റ് എക്സ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് വരും. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് വിളിച്ചത്. സോ ഈ പറഞ്ഞ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്തും കൂടിയാവും? പ്രിമിറ്റീവ് ആവും അല്ലെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവും കൂടിയാവും. പക്ഷേ അതിനവിടെ കണ്ടീഷൻ ഉണ്ട്, എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മൾ ആദ്യം ഇത് ഈ കണ്ടീഷൻ കൺസിഡർ ചെയ്യുകയാണ്. we have f is continuous at x equal to c. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ്, x is equal to c. So for epsilon greater than 0 there exists delta greater than 0 such that modulus of f of x minus f of c is less than epsilon whenever modulus of x minus c is less than delta. അപ്പോൾ ശരിക്കും മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ. സി എന്ന് പറഞ്ഞ പോയിന്റ് ഡെൽറ്റ ഡിഫറൻസിലുള്ള പോയിൻറ്റ്സിൽ സി പ്ലസ് ഡെൽറ്റയും സി മൈനസ് ഡെൽറ്റേൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടിന്യൂറ്റിയുടെ കേസിൽ പോലും റൈറ്റ് കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സി തൊട്ടിട്ട് സി പ്ലസ് ഡെൽറ്റേൻ്റെ ഇടയിലുള്ള ഏത് എക്സിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നൗ if h greater than 0 such that 0 less than h is less than delta. അപ്പോൾ h എന്ന് പറയുന്നത് ഡെൽറ്റേനേക്കാൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതാണ് സിയിൽ റൈറ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. സിയിൽ റൈറ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്
അത് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതെന്നും കൂടി പ്രൂവ് ചെയ്യണം എഫ് ഓഫ് സി. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു നമ്മളെ ഡെഫിനിഷൻ പ്രകാരം ദാറ്റ് ഈസ് എ ടു സി പ്ലസ് എച്ച് എഫ് മൈനസ് ഇൻ്റഗ്രൽ എ ടു സി എഫ് എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ എ ടു സി പ്ലസ് എച്ച് എന്നുള്ളതിനെ നമുക്ക് എ ടു സി എഫ് പ്ലസ് സി ടു സി പ്ലസ് എച്ച് എഫ് എന്ന് നോക്കാം, മൈനസ് ഇൻ്റഗ്രൽ എ ടു സി എഫ് ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ്. അപ്പോൾ സിൻ്റെയും സി പ്ലസ് എച്ചിൻ്റെയും ഇത് സി പ്ലസ് ഡെൽറ്റയാണ്. സോ സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. Now, for x belongs to C plus h, that is C less than x less than C plus h implies C less than x less than C plus delta വരും. സോ എക്സ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻ പ്രകാരം ദാറ്റ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. സോ ദാറ്റ് ഈസ് മൈനസ് എപ്സിലോൺ, ദാറ്റ് ഗിവ്സ് മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് ഗിവ്സ് മൈനസ് എപ്സിലോൺ പ്ലസ് എഫ് ഓഫ് സി ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്ന് വന്നു. ഞാനിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എവിടെ തൊട്ട് എവിടെ വരെ, സി ടു സി പ്ലസ് എച്ച്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം സി ടു സി പ്ലസ് എച്ച്. അപ്പോൾ ഇങ്ങനെ വരും ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്ന് വന്നു. നൗ ഇത് കോൺസ്റ്റൻ്റ്, ഇതിൻ്റെ അടുത്ത് എവിടെയും എക്സ് ഇല്ല, അപ്പോൾ അത് പുറത്ത് വരും. സോ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇൻ ടു, അപ്പോൾ ഇവിടെ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് വേരിയബിൾ, എക്സ് അല്ലേ വേരിയബിൾ. സോ എക്സ് എന്ന് വരും, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സി പ്ലസ് എച്ച് മൈനസ് സി ദാറ്റ് ഇസ് എച്ച് എന്ന് വന്നു, ദാറ്റ് ഇസ് ലെസ് ദാൻ ഇത് ഈ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഇസ് ആക്ച്വലി ക്യാപിറ്റൽ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇസ് ലെസ് ദാൻ ഇവിടെയും അതേപോലെ തന്നെ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ ഇൻറ്റു എച്ച് എന്ന് വന്നു. മൊത്തമായിട്ട് എച്ച് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി വന്നു. ഇസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ, ഞാൻ ത്രൂ ഔട്ട് എച്ച് വെച്ച് ഡിവൈഡ് ചെയ്തതാണ്, സോ ബൈ എച്ച്. നൗ എഫ് ഓഫ് സി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് മൈനസ് എഫ് ഓഫ് സി is less than epsilon I. That means modulus of f of c plus h minus f of c by h minus f of c is less than epsilon. Epsilon is arbitrary. Therefore, limit h tends to 0. Epsilon arbitrary ആയതുകൊണ്ട് ഇത് ഇതിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇതിന് ഈക്വൽ ആയിട്ട് വരും. ദാറ്റ് മീൻസ് ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. സോ എച്ച് ഇസ് പോസിറ്റീവ്, നമ്മൾ എടുത്തിരിക്കുന്ന എച്ച് പോസിറ്റീവ് ആണ്. എച്ച് പോസിറ്റീവ് മീൻസ് എച്ച് ഇസ് ടെൻഡിങ് ടു 0 ഫ്രം റൈറ്റ് സൈഡ്. ദെർഫോർ എഫ് ഇസ് റൈറ്റ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സി. Similarly, we can prove that f is left differentiable at x equal to c. Also, f dash of c is equal to f of c. ഒന്നുകൂടെ നമ്മൾ ആകെ ഇവിടെ ഉപയോഗിച്ചത് എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഈ കണ്ടീഷൻ വരും. നമ്മൾ റൈറ്റ് ഡെറിവേറ്റീവിൻ്റെ കാര്യം മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഈ എക്സ് സി എന്ന് പറഞ്ഞ പോയിന്റ് റൈറ്റ് സൈഡിലുള്ള കേസ് മാത്രം സി ടു സി പ്ലസ് ഡെൽറ്റയുടെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നൗ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ആണ് വേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് സി ടു സി പ്ലസ് എച്ച്
എഫിലോട്ട് വന്നു. സി ടു സി പ്ലസ് എച്ചിലാണ് എഫ് ആണെങ്കിൽ മീൻസ് എക്സ് ഇസ് വേരിയിങ് ഫ്രം സി ടു സി പ്ലസ് എച്ച്. അപ്പോൾ സി ടു സി പ്ലസ് എന്ന് പറഞ്ഞാൽ സി ടു സി പ്ലസ് ഡെൽറ്റയാണ്. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. എക്സ് അതിന് രണ്ടിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ആൻ എപ്സിലോൺ ആവും. സിംപ്ലിഫൈ ചെയ്യുന്നു, നമ്മൾ ഈ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുന്നു. അതേ ഇവിടെ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളെ ക്യാപിറ്റൽ എഫ് ഓഫ് ആ പോർഷനായി. ആൻഡ് ഇത് പുറത്തെടുത്തു, എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ലെസ് ആൻ എപ്സിലോൺ ആയി. ദാറ്റ് മീൻസ് ഇതിൻ്റെ ലിമിറ്റ് ഇസ് ഈക്വൽ ടു ഏത് വന്നു, എഫ് ഓഫ് സി വന്നു. പക്ഷേ എച്ച് നമ്മൾ എടുത്തിരിക്കുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇറ്റ് ഇസ് റൈറ്റ് ഡിഫറൻഷ്യബിൾ ആൻഡ് റൈറ്റ് ഡെറിവേറ്റീവ്സ് എഫ് ഓഫ് സി. ഇതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഡിഫറൻഷ്യബിൾ ആൻഡ് ലെഫ്റ്റ് ഡെറിവേറ്റീവ്സ് എഫ് ഓഫ് സി എന്ന് പറയാം. സോ നമ്മുടെ പോയിന്റ് ഇതാണ്. ക്യാപിറ്റൽ എഫ് അതായത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ്. ഡിഫറൻഷ്യബിൾ ആണെന്ന് മാത്രമല്ല, എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഡിഫൈൻ ചെയ്ത ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇസ് എ പ്രിമിറ്റീവ്, ഇസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാം. പക്ഷെ അവിടെയും എഫ് കണ്ടിന്യൂസ് എന്നുള്ള കേസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് കണ്ടിന്യൂസ് അല്ലാത്ത കേസിൽ ഇത് ഹോൾഡ് ചെയ്യില്ല. അതിനൊരു എക്സാമ്പിളായിട്ട് സിഗ്നം ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ സിഗ്നം ഫംഗ്ഷൻ ഇൻ ദ ഇൻ്റർവെൽ നമ്മൾ -1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമുക്ക് കാണാം. ഇൻ്റഗ്രൽ -1 to x, കാരണം ഇവിടെ ബേസ് -1 to 1 അല്ലേ നമ്മൾ കൺസിഡർ. അപ്പോൾ -1 to x സ്മോൾ എഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് mod x -1 എന്നാണ് കിട്ടുക. ദാറ്റ് എക്സിസ്റ്റ്. പക്ഷേ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x ഈക്വൽ ടു 0. സോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അറ്റ് ദ പോയിന്റ് 0. ദാറ്റ് മീൻസ് പ്രിമിറ്റീവ് ഇല്ല അറ്റ് ദ പോയിന്റ് 0. ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അറ്റ് ദ പോയിന്റ് 0. അപ്പോൾ അതൊരു കൗണ്ടർ എക്സാമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ മെയിൻ പോയിന്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ് ആണ്. അത് ഫസ്റ്റ് ഫോം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്.